ശബരിമലയിൽ ഈ സീസണിൽ ഇതുവരെ ദർശനം നടത്തി മടങ്ങിയത് 18 ലക്ഷത്തിലധികം ഭക്തരാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് ഇന്നലെ ഭക്തരുടെ എണ്ണത്തിൽ കുറവ് അനുഭവപ്പെട്ടു. 80,764 തീർത്ഥാടകരാണ് ഇന്നലെ സന്നിധാനത്തേക്ക് എത്തിയത്. നിലയ്ക്കലിലും പമ്പയിലും പ്രവേശനം കർശനമാക്കിയതാകാം ഒരുപക്ഷെ ഭക്തരുടെ എണ്ണത്തിലെ കുറവിന് ഇടയാക്കിയതെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. ഇന്ന് ജോയ്മോൻ ജോസാണ് സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി ജോയ്മോനെ, അപ്പോൾ സന്നിധാനത്താണ്. ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും അവധി ദിവസമായതുകൊണ്ട് സാധാരണഗതിയിൽ ഭക്തരുടെ എണ്ണത്തിലൊക്കെ ഒരു കൂടുതൽ വരാനുള്ള സാധ്യതയൊക്കെയാണ് സാധാരണയൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എന്താണ് സാഹചര്യം, വിവരങ്ങൾ എങ്ങനെയാണ് ജോയ്മോൻ? സേതു, മണ്ഡലകാലത്തിന്റെ 22ാം നാളായ ഇന്ന് കാര്യമായ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അതായത് പമ്പയിൽ നിന്നുൾപ്പെടെ നടപ്പന്തലിലേക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ്, ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതായത് നടപ്പന്തൽ ഉൾപ്പെടെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ സാധാരണഗതിയിൽ സാധാരണ ദിവസങ്ങളെ സംബന്ധിച്ച് തിരക്ക് അല്പം കുറവായിരുന്നു. അതായത് മിനിങ്ങാന്ന് 1 ലക്ഷത്തിനടുത്ത് പോയ ഭക്തജനങ്ങളുടെ എണ്ണം ഇന്നലെ അത് 80,000 മാത്രമായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഈ ബാബരി ഡിസംബർ 6-നോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ കർശന സുരക്ഷകളും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളുമാണ് ഇത്തരത്തിൽ ഇന്നലെ ഒരു തിരക്ക് കുറയാനായിട്ട് ഒരു കാരണമായത് എന്നാണ് ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ആദ്യഘട്ടമില്ല, രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് തന്നെയാണ് 21,000-ത്തിലധികം ഭക്തരാണ് സന്നിധാനത്തേക്ക് വിർച്വൽ ക്യൂ വഴി എത്തിയിരിക്കുന്നത്. അപ്പോൾ സ്പോട്ട് ബുക്കിങ്ങിൽ തന്നെയായാലും മുൻപുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് 5,000-ആയിട്ട് നിശ്ചയിച്ചിരുന്ന സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തി ഇപ്പോൾ ഒരു 11,000-ൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു അവധി ദിവസം കൂടിയാണ്. അപ്പോൾ തന്നെയായാലും വലിയൊരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്തിലേക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോരായ്മകൾ ഉൾപ്പെടെ പരിഹരിക്കപ്പെട്ട ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഭക്തരൊക്കെ സന്നിധാനത്തേക്ക് ഈ 18ാം പടി ചവിട്ടി സന്നിധാനത്തേക്ക് എത്തുന്നത്. അതായത് അടിസ്ഥാന സൗകര്യങ്ങളായാലും അതുപോലെ തന്നെ ക്യൂവിലായാലും ഇപ്പോൾ കൃത്യമായി ക്യൂ നിയന്ത്രിക്കുകയും, അതായത് നടപ്പന്തലിലും അതിൽ വലിയ നടപ്പന്തലിലും അതുപോലെ തന്നെ പമ്പയിൽ നിന്ന് ആളുകളെ കയറ്റിവിടുന്നത് ഉൾപ്പെടെ ആയാലും കൃത്യമായ ഒരു ഏകോപിപ്പിച്ച് കൃത്യമായ രീതിയിൽ ഒരു വടം കെട്ടി നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിൻ്റെതായ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഭക്തർക്ക് ഒരു സുഗമമായ ദർശനം ഒഴിവാക്കാനായിട്ട് വേണ്ട നടപടിക്രമങ്ങളൊക്കെ ദേവസ്വം ബോർഡ് സ്വീകരിച്ചു. അപ്പോൾ ഇന്ന് അവധി ദിവസമാണ്. അപ്പോൾ ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജോയ്മോൻ ജോസ്. രാവിലെ അല്പം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഞായറാഴ്ചയ്ക്ക്, പിന്നെ മാത്രമല്ല മണ്ഡലകാലം ഇപ്പോൾ 3 ആഴ്ച പിന്നിട്ടു. ഇനിയിപ്പോൾ തിരക്ക് താരതമ്യേന കൂടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഞായറാഴ്ച കൂടിയാണ്, അവധി ദിവസമാണ്. അപ്പോൾ അവധി ദിവസം ആകുമ്പോഴത്തേക്കും ഭക്തരൊക്കെ ഒന്ന് അവധി ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് കൂടുതൽ പേരും. അപ്പം അതുകൊണ്ട് ഇന്ന് ശബരിമലയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ജോയ്മോൻ പറഞ്ഞത്.